അതേ ചോദ്യമല്ലേ ചോദിച്ചത്? സാരമില്ല, താങ്ക്സ് പറഞ്ഞാൽ മതി. എന്റെ കാലി വീണ് എന്റെ ദൈവമേ നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദാറ്റ്. നോ സില്ലി ഇമോഷൻസ്. ഹേയ്, ഏതോ ഒരു ഫ്ലൂക്കിൽ നടന്നെന്ന് കരുതി വലിയ ആളാണെന്ന് ഭാവിക്കണ്ട. മിസ്റ്റർ ഹരീഷ് രാമനാഥൻ, യു ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അത് കൊള്ളാലോ, എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ. ഇപ്പൊ തന്റെ പ്രോബ്ലം എന്താടോ? പറയണമെങ്കിൽ പറയാം. ഈ എടോ പോടോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ശരി പറ. പറയാം, പക്ഷേ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന്. കളിക്കല്ലേ. ശരി പറയാം, കേട്ടോ. തന്നെ കണ്ട അന്ന് മുതൽ ഒരു സ്വപ്നം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ചേച്ചി, അങ്ങനത്തെ സ്വപ്നമല്ല, ഇത് വേറെ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചട്ടപ്പെട്ടാന്നൊരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ 2 താലം. ഒരു താലത്തിൽ പൂവ്, മറ്റൊന്നിൽ ഈ ചന്ദനം, കുങ്കുമം, അങ്ങനെയൊക്കെ. ആ 2 താലത്തിലും ഞാൻ കൈ എത്തിച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അതെന്നെ വിട്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ആ താലത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കതക്. അത് തുറന്ന് ഉള്ളിലേക്ക് പോയതും അവിടെ ഒരു പന്തൽ, ആൾക്കൂട്ടം. ഒരാളിരുന്ന് നാദസ്വരം വായിക്കുന്നു. അയാൾ എന്നെ കണ്ട ഉടനെ എടാ ഹരീഷേ, ദേ ഇങ്ങോട്ട് നോക്കടാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നോക്കിയപ്പോ ആ സ്ഥലത്ത് നിറപറയും പൂക്കുലയും. അതിനു മുമ്പില് ഒരു തേങ്ങ ഇരിക്കുന്നു. ആ തേങ്ങയുടെ അടുത്ത് ഒരു താലി. നിക്ക് ഞാൻ പറയട്ടെ, മുഴുവനും കേക്ക്. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തേങ്ങ തന്റെ മുഖമായിട്ട് മാറിയിട്ട് എടാ ഹരീഷേ കെട്ടടാ താലി എന്ന് പറയാ. ആക്ച്വലി റിയലി ലൈക്ക് യു നോ, ആള് മാറിപ്പോയി മോനെ. യു നോ, വിധിയാണ് നമ്മളെ തമ്മിൽ കണ്ടുമുട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വിധിയെ വിശ്വസിക്കുന്ന ആളാ നീ. തന്നെ കണ്ടുമുട്ടുന്നവരെ ഒന്നിലും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മാറി. ഞാൻ 1 മാസത്തിനകം ഇന്ത്യക്ക് പോകും. സോ വാട്ട്? 1 മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ഹരീഷ്, 3 ദിവസമായിട്ട് നീ എന്നെ കാണാൻ ആഗ്രഹിച്ച് നടക്കില്ലായിരുന്നു. എന്താ ശരിയല്ലേ? ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യുനോ എന്തുകൊണ്ട് ഒരു ദിവസം 6 പ്രാവശ്യം കണ്ടുകൂടാ? എന്തിനാ? ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഹരീഷ്, നീ 1 മാസം എന്റെ കൂടെ കൂടി എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതിനുശേഷം എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് വയ്ക്കൂ, ഒരു പ്രശ്നവുമില്ല. യാ ഹലോ, എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക്. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ എടുക്കുന്ന തീരുമാനം. ഹരീഷ്, സോറി. സോ கையினில் வேல் பிடித்த கருணை செய்வ பாலனை கண்ட நாள் முதலாய் காதல் பெருகுதடி. വെരി നൈസ്, വെരി നൈസ്. ആ ഹരീഷേ, വാ മോനെ. ഇവൻ എന്റെ ചേച്ചിയുടെ മോനാ ഹരീഷ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് രാധാകൃഷ്ണൻ. ഹലോ. ഇത് അദ്ദേഹത്തിന്റെ വൈഫ് സരസ്വതി, ഇവരുടെ മകൾ സന്ധ്യ. ആ രാധാകൃഷ്ണൻ സിംഗപ്പൂരിൽ ബിസിനസ് നടത്തുന്നു. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇദ്ദേഹത്തെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഹരീഷിന്റെ കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ ചേച്ചിയും അദ്ദേഹവും ഞങ്ങളെ വിട്ടുപോയി. ദൈവനിശ്ചയം. എനിക്കും ലളിതയ്ക്കും കുട്ടികളില്ല. ഹരീഷാണ് ഞങ്ങളുടെ മകൻ. ഇപ്പോ 3 വർഷമായിട്ട് ഞങ്ങളെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഹരീഷാണ്. ഞാൻ സംഗീത കച്ചേരിയും പുസ്തക വായനയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇൻഫാക്ട് ഹരീഷ് ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ പ്രോഫിറ്റ് വളരെയധികം മെച്ചപ്പെട്ടു. ഞങ്ങളുടെ സന്ധ്യ മോൾക്കും സിംഗപ്പൂർ എയർലൈൻസിന് നല്ല പേരാ. ഓ, അവള് പാട്ട് വളരെ നന്നായിട്ട് പാടും, കേട്ടിട്ടുണ്ടോ? ആ ഞാൻ കേട്ടായിരുന്നു. വെരി നൈസ്. പാട്ട് കേട്ടില്ലേ? താങ്ക് യു സോ മച്ച്. ചെറുക്കം കൊള്ളാല്ലേ? എക്സ്ക്യൂസ് മീ, ഒരു ഫോൺ കോൾ. എന്താ ദേവു? ഹരീഷ്, ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോവും. അറിയാം, അതിനിപ്പോ എന്താ? ഏയ് എന്താ ദേവു, എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോകുന്നു പറഞ്ഞ അതിനെന്താന്ന് പറയുന്നത്? ഫൂൾ. അല്ല, ഞാൻ ഒന്നും പറയണ്ട. 10 മിനിറ്റിനുള്ളിൽ എന്നെ വന്ന് കാണണം. ഞാൻ പാർക്കിലുണ്ടാവും. ദേവു, കുടിക്കോ? സൂര്യമാവ, എന്താ? ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു. ഐ ഹാവ് ടു. ആ നിന്റെ അത്യാവശ്യം നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ബൈ. സൂക്ഷിച്ചു പോമനെ. ഞങ്ങളുടെ ഐശ്വര്യമാണ് അവൻ. ഏ ദേവു, എന്താ കാര്യം? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എന്താ ഇത്? എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്തിനാ വന്നേന്നോ? നിനക്കല്ലേ എന്നോട് സ്നേഹമില്ലാത്തത്? ആരാ പറഞ്ഞ? ഞാൻ നാട്ടിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോ അതിനെന്താന്ന് ചോദിച്ചില്ലേ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് നീ പോവണ്ടേ? എനിക്ക് നാട്ടിലേക്ക് പോവാൻ ഇഷ്ടമല്ല. എന്താ പെട്ടെന്ന്?
മുമ്പ് എനിക്ക് ഇങ്ങനെ ഒന്നും തോന്നൂലായിരുന്നു. എപ്പോഴും നാട്ടിലേക്ക് പോണമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പോവാൻ കഴിയുന്നില്ല. നിന്നെ തനിച്ചാക്കാൻ എനിക്ക് വയ്യ. മൊത്തം പ്രശ്നമായല്ലോ. ഒരുപക്ഷെ നിനക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ ഒന്നും പറയില്ല അല്ലേ? ഇനി എന്താ നടക്കുക? ചേച്ചേ നോട്ടി ഗേൾ, നീ എന്താ പറഞ്ഞേ? ഏയ്, എന്റെ വീട്ടിൽ എങ്ങനെ പറയുന്ന ചോദിച്ചേ? അതാണോ? ഫോൺ എടുത്ത് ഹരീഷ് എന്നൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറ. അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, നല്ല ജോലിയുണ്ട്, നിങ്ങളുടെ മകളെ അവൻ പൊന്നുപോലെ നോക്കുന്നു പറ. അയ്യോ, നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോവൂടാ? ഒന്ന് ചുമ്മാതിരിക്കെ. നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് കറങ്ങി നടക്കുമെന്ന് വിചാരിച്ചോ? ഞാനില്ലാതെ നീ ഫ്ലൈറ്റിൽ കയറില്ല മോളെ. യു സീ, ഞാൻ നിന്റെ കൂടെ നാട്ടിലേക്ക് വരാം. നിന്റെ അച്ഛനും അമ്മയും കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. So simple, അല്ലേ? Yeah. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. അതെന്താ? അത് ഐ ലവ് യു. എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയണം മോളെ. ദൈവം നിന്റെ അമ്മയുടെ നെഞ്ചൊക്കെ പടപെടാനിടിക്കുക മോളെ. നിന്റെ അച്ഛനെങ്ങനെ ഇതറിഞ്ഞ എന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. ഞാൻ കുറച്ച് വിഷം കൊണ്ടുവരാം. എല്ലാവർക്കും അത് കുടിച്ച് ചത്തേക്കാം. പെണ്ണാണോ അവള്? പെണ്ണാണോ എന്ന്? അവള് നമ്മുടെ മകളല്ല. അവള് പ്രേമിച്ച് നടക്കല്ലേ? മതി, നിർത്ത്. ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് മുമ്പേ അറിയാമായിരുന്നു? അച്ഛൻ അറിയായിരുന്നു? നിനക്കറിയായിരുന്നോ? അറിയില്ല. പറഞ്ഞത് കൂടി പോയില്ലല്ലോ അല്ലേ? വാട്ട് ദ ഹെൽ ടു ഡു യു മീൻ ഹരീഷ്? ഇത്രയധികം നിന്നെ ഞങ്ങൾ സ്നേഹിച്ചിട്ട് അവസാനം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതെന്തിനാ അമ്മാവ് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നത്? ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അല്ലാതെ വീടും കൂടുമൊക്കെ സംസാരം തന്നെ മാറിയല്ലോ. എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിനെ അമ്മാവൻ കണ്ടപ്പോ എന്താ പറയുന്നത്? നീ ഒന്നും പറയണ്ട. രാധാകൃഷ്ണന്റെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? ഞാൻ എപ്പോഴാ പറഞ്ഞേ? അവള് നന്നായി പാടുമെന്ന് പറഞ്ഞില്ലേ? നന്നായി പാടുന്നു എന്ന് പറഞ്ഞ എസ് ജാനകിയെ കല്യാണം കഴിപ്പിച്ചു. എടാ, എന്താ ഹരീഷ്? ചേച്ചി മരിച്ചതിന് ശേഷം എന്റെ മോനെ പോലെ ഞാൻ വളർത്തിയത് നീ മറന്നുപോയല്ലേ? അത് മറന്നിട്ടില്ല അമ്മാവ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് വെറുതെ സ്നേഹം ഇല്ലാതാക്കല്ലേ? നീയാണ് ഇല്ലാതാക്കുന്നത്. നീ കാരണം ഞാനും രാധാകൃഷ്ണൻ തമ്മിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് ഇല്ലാതാകും. ഇത് ജീവിതമല്ലേ അമ്മാവ? ബിസിനസിന് വേണ്ടി ജീവിതം വെച്ച് കളിക്കുന്നത് എങ്ങനെയാ? അമ്മായി, ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന നീ എവിടുന്നോ വന്ന് ഒരുത്തെ കണ്ടപ്പോ എല്ലാം മറന്നു അല്ലേ? നിക്കേ. എടാ, നീ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയോ? സാരമില്ല. അവള് ഗർഭിണിയായോ? സാരമില്ല. പണം കൊടുത്തല്ല സെറ്റിൽ ചെയ്യാവടാ. ഈ പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന അതിനിപ്പോ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടോടാ? നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന ഒരാളാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഇനി നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ഹരീഷ്, എന്തോന്ന് ഇത്? പോകരുത് മോനെ. അവൻ എങ്ങോട്ടെങ്കിലും പോകട്ടെ. നീ ഒന്നോർത്തോ, നീ വീട് വിട്ടിറങ്ങിയാൽ നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഹരീഷ്, ഒന്ന് വെറുതെ You shut up. ഇരിക്കട്ടോ. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. അഹങ്കാരം പിടിച്ച റാസ്കൽ. നിന്റെ അച്ഛനെ പോലെ നീ പിച്ചെടുത്ത് ചാകും. ഗൗരി ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു തന്നാണ്. പേര് ഹരീഷ് രാമനാഥൻ. നല്ല സാമ്പാറിന് മണമടിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. നിങ്ങൾക്ക് ജാതിയും മതവും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാ. ആ സ്ഥിതിക്ക് നിങ്ങൾ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണോ? ആ റാസ്കൽ എന്തോ ചതി ചെയ്തിട്ട് എന്റെ മോളെ വലയിലാക്കിയത്. അല്ലാതെ എന്റെ മോളൊന്നും ഇതിൽ ചെന്ന് ചാടില്ലായിരുന്നു. ദേവു ഒരു ബുദ്ധിമതി ആയതുകൊണ്ടാണല്ലോ അവളെ വിദേശത്തേക്ക് അയച്ച് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കാൻ വിട്ടത്. അവളുടെ വാക്കിനൊരു വില കൽപ്പിക്കുക. എന്ത് വില എന്ന് പറയുന്നത്? കൂടെ വരുന്നവൻ ആരാന്ന് പോലും അറിയാതെ അവനെ വീട്ടിൽ വിളിച്ചു കയറ്റി കൊഞ്ചിക്കണമെന്നാണോ നീ പറയുന്നത്? നാട്ടിലുള്ളവരുടെ മുഖത്ത് പിന്നെ ഞാൻ അങ്ങനെ നോക്കും? അല്ല, ആ ചെറുക്കനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് മാന്യമായിട്ട് അവനോട് നമുക്കിതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാ പോരെ? ആ, അത് ശരിയാ. നമ്മള് ഇവനോട് വരണ്ടെന്ന് പറഞ്ഞാ ദൈവവും ചിലപ്പോൾ വരില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വരട്ടെ, നോക്കാം. നോക്കാം.